പെരുന്നാളിൻ്റെ അന്ന് ഒരു അടിപൊളി സൺറൈസൊക്കെ കണ്ടിട്ട് ചെയ്യുന്നുട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ആവേശം കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കാൻ. ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മോളെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ അവൾ മൈലാഞ്ചൊക്കെ നോക്കി. പിന്നെ നമ്മൾ ബിരിയാണിയും പായസത്തിനേക്കുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്കതാ പള്ളിയിലേക്കും പോകാൻ നിന്നിട്ടുണ്ടോ. പിന്നെ ഇച്ചു നല്ല ഉറക്കിയിരുന്നു. പിന്നെ ആളെ എണീറ്റ് പിന്നെ ഇച്ചുവിനും മെജനൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ ഇതാ ഏട്ടനും വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് തന്നെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ പെരുന്നാൾക്ക്. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ നേരെ ഏട്ടന്മാരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അതൊരു രസമാണ് കേട്ടോ പെരുന്നാൾക്ക് എല്ലാ വീട്ടിലും കയറി ഇറങ്ങാൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഏട്ടന്മാരെ വീട്ടിലേക്ക് എത്തിട്ടോ. അവിടെ നിന്നൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ ചട്ടിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാൾക്ക് പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര തീരെ വിശപ്പും ഉണ്ടാവില്ല കേട്ടോ. അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് പെട്ടെന്ന് തന്നെ നിറയും കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്നൊക്കെ വേഗം കുറേ നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ സാലിംഖാൻ്റെ വീട്ടിലേക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പെരുന്നാൾക്കൊക്കെ ഫോട്ടോസ് എടുക്കുന്നതും സ്റ്റാറ്റസ് വെക്കുന്നതൊക്കെ ഒരു രസമാണ് കേട്ടോ. കാരണം എല്ലാവരും സ്റ്റാറ്റസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ പെരുന്നാൾ, ഓണം, ക്രിസ്മസ് ഒക്കെ പറയുന്നത്. അങ്ങനെ പിന്നെ ഞാനും കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ സ്റ്റാറ്റസും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലെത്തി. പിന്നെ ഇതാ കുടുംബക്കാരെ വരവും നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് അപ്പം ഇറച്ചിയും അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പെരുന്നാൾ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട്. കൂടുതൽ വീഡിയോ എൻ്റെ ചാനലുണ്ട്, കാണാൻ മറക്കല്ലേ കേട്ടോ.